എല്ലാവർക്കും നമസ്കാരം. ആരാധനയുടെ പുതിയ വീഡിയോയിലേക്ക് സുസ്വാഗതം. അപ്പോൾ നമ്മളുടെ ആരാധനയുടെ പുണ്യം കർക്കിടകം എന്ന സീരീസിൻ്റെ രണ്ടാമത്തെ പാർട്ടാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഒന്നാമത്തെ പാർട്ട് നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല എന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ഉറപ്പായിട്ടും കാണണം. ഈ വീഡിയോ കണ്ട് കഴിഞ്ഞതിന് ശേഷം കണ്ടാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ പാർട്ടിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, കർക്കിടക മാസം എത്തും മുമ്പ് തന്നെ വീട് ഒരുക്കേണ്ടത് എങ്ങനെ, അതേപോലെ തന്നെ കർക്കിടക മാസത്തിൽ നമ്മൾ കുറച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ എന്നുള്ളതിൻ്റെ ഒരു സമ്മറിയാണ്, ഞാനൊരു ബ്രീഫായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ പുണ്യം കർക്കിടകം രണ്ടാമത്തെ പാർട്ടിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ദയവായി സ്കിപ്പ് ചെയ്യാതെ കാണാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്ലീസ്. ദക്ഷിണായന കാലഘട്ടത്തിൻ്റെ ആരംഭമാണ് കർക്കിടകം. ഉത്തരായന കാലം ദേവന്മാർക്ക് പ്രാധാന്യമെങ്കിൽ ദക്ഷിണായന കാലം പിതൃക്കൾക്കാണ് പ്രധാനം. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കർക്കിടക വാവ് പിതൃക്കൾക്ക് നമ്മളെല്ലാം ചെയ്യുന്നത്. സൂര്യൻ കർക്കിടകം രാശിയിലൂടെ സഞ്ചരിക്കുന്ന ഈ മാസത്തിൽ ചന്ദ്രന് മൗഢ്യമായിരിക്കും. മനസ്സിൻ്റെ കാരകനായ ചന്ദ്രൻ്റെ ശക്തിക്ഷയം നിമിത്തം മനോബലം കുറയുമെന്നാണ് സങ്കല്പം. കർക്കിടകത്തിൽ ഇടമുറിയാത്ത മഴയായതിനാൽ സൂര്യകിരണങ്ങൾക്ക് ശക്തി കുറയുകയും പലവിധ രോഗാണുക്കൾ പെരുകി രോഗസാധ്യത വർദ്ധിക്കുകയും ചെയ്യും. ഈ കാലഘട്ടത്തിൽ പൊതുവെ കൃഷിപ്പണികളോ ആഘോഷങ്ങളോ മംഗളകർമ്മങ്ങളോ ഒന്നും നടത്താറില്ല. ഇവയെല്ലാം കാരണം പഴമക്കാർ കർക്കിടകത്തെ പഞ്ഞക്കർക്കിടകം എന്ന് വിശേഷിപ്പിച്ചിരുന്നു എന്ന് നിങ്ങൾക്കും അറിയാമല്ലോ. കർക്കിടകം കഴിഞ്ഞാൽ ദുർഘടം കഴിഞ്ഞു എന്നൊരു ചൊല്ല് തന്നെ പ്രചാരത്തിലുണ്ടായിരുന്നു. വരുന്ന ഒരു വർഷത്തേക്കുള്ള ഊർജം സംഭരിക്കാനുള്ള ഒരു മാസമായാണ് പൂർവികർ കർക്കിടകത്തെ കണ്ടിരുന്നത്. അതിനാൽ അവർ പ്രത്യേക ചിട്ടകളും ചര്യകളും അനുഷ്ഠിച്ചിരുന്നു. പൊതുവെ ദഹനപ്രക്രിയ കുറവുള്ള ഈ മാസത്തിൽ ലളിത ജീവിതചര്യയായിരുന്നു മുതൽക്കൂട്ട്. പ്രഭാതത്തിൽ എണ്ണ തേച്ച് കുളി, ഔഷധ കഞ്ഞി കുടിക്കൽ, പത്തില തോരൻ എന്നിവ ഈ മാസത്തിൽ പതിവായിരുന്നു. കാലം മാറുന്നതനുസരിച്ച് ജീവിതചര്യയിലും മാറ്റം വന്നു. എങ്കിലും കർക്കിടക മാസത്തെ മനസ്സും ശരീരവും ശുദ്ധമാക്കുന്നതിനുള്ള ഒരു കാലഘട്ടമായി കണക്കാക്കി ഈ ചിട്ടകൾ നമ്മൾ ഇന്നും പാലിക്കുന്നത് വളരെ നന്നായിരിക്കും. കർക്കിടക മാസം ആരംഭിക്കുന്നതിന് മുൻപായി വീട് മുഴുവൻ തൂത്തുവാരി തുടച്ച് വൃത്തിയാക്കി ചാണകവെള്ളമോ പുണ്യാഹമോ തളിച്ച് ശുദ്ധീകരിക്കുക. ഇത് രണ്ടും കിട്ടാൻ വഴിയില്ലെങ്കിൽ അല്പം മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ മിക്സ് ചെയ്ത് അത് തെളിക്കുന്നതും ശുദ്ധമാകാൻ വളരെ നല്ലതാണ്. ചേട്ടാ ഭഗവതിയെ പുറത്താക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ചടങ്ങ് നടത്തുന്നത്. അത് നമ്മളെല്ലാവരും തന്നെ ചെയ്യാറുണ്ടല്ലോ അല്ലേ. കർക്കിടകം 1-ാം തീയതി രാവിലെ കുളി കഴിഞ്ഞ് ശരീരശുദ്ധിയോടെ അഷ്ടമംഗല്യം ഒരുക്കി വെച്ച് ദീപം തെളിയിക്കുക. ശ്രീ ഭഗവതിയെ ഭവനത്തിൽ കുടിയിരുത്തുന്നു എന്ന സങ്കല്പത്തിലാണ് നിലവിളക്കിനൊപ്പം അഷ്ടമംഗല്യം വയ്ക്കുന്നത്. ശ്രീഭൂതി വയ്ക്കുന്നത് അല്ലെങ്കിൽ ശ്രീ ഭഗവതിയെ വയ്ക്കുന്നത് എങ്ങനെ എന്നുള്ളതിൻ്റെ വിശദമായ വീഡിയോ പാർട്ട് 3 വരുന്നതായിരിക്കും. അഷ്ടമംഗല്യം വെച്ച് കഴിഞ്ഞ് നമ്മളതൊക്കെ ചെയ്യുന്ന ശേഷം ഗണപതി ഹോമം വീട്ടിൽ നടത്തുന്നത് നല്ലതായിരിക്കും. അതിന് പറ്റാത്തവർ നമ്മുടെ കുടുംബനാഥൻ്റെ പേരിൽ അല്ലെങ്കിൽ കുടുംബനാഥയുടെ പേരിൽ ഒരു ഗണപതി ഹോമത്തിനോ ഭഗവത് സേവയ്ക്കോ അമ്പലത്തിൽ കൊടുക്കുന്നതും വളരെ നല്ലതായിരിക്കും. വിളക്കിലെ നാളത്തിൽ നിന്ന് അടുപ്പ് കത്തിച്ച് അതിൽ തേങ്ങാപ്പൂളും ശർക്കരയും അല്പം നെയ്യും എല്ലാം ഇട്ട് ചെയ്യുന്ന ഒരു ഹോമം എന്ന് പറയുന്നത് തന്നെ വളരെ 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 ഒരു നല്ലൊരു കാര്യമാണ്. കർക്കിടകത്തിൽ ഉടനീളം പ്രഭാതത്തിലും പ്രദോഷത്തിലും ഭവനത്തിൽ നിലവിളക്ക് തെളിയിക്കുന്നതിൻ്റെ മുന്നിലായി ശ്രീരാമ പട്ടാഭിഷേക ചിത്രം വയ്ക്കാം. ദശപുഷ്പവും അഷ്ടമംഗല്യവും വയ്ക്കുന്നതും എത്രയും ഐശ്വര്യദായകമാണ്. ദശപുഷ്പങ്ങൾ എന്തെല്ലാമെന്നും ഞാൻ അടുത്ത വീഡിയോയിൽ തന്നെ പറയുന്നതായിരിക്കും. കഴിവതും വീട്ടിൽ പാകം ചെയ്ത സന്ധ്യാഹാരം പതിവാക്കുക. നോൺ വെജിറ്റേറിയൻ ഫുഡ് തീരെ ഒഴിവാക്കുന്നവർ ഒരുപാടുണ്ട്. നിങ്ങളെങ്ങനെയാണെന്നുള്ളതൊന്ന് പറയണേ. ഞങ്ങൾ പൊതുവേ നോൺ വെജിറ്റേറിയൻ കഴിക്കാറില്ല. പാലക്കാട് അഗ്രഹാരത്തിൽ ജീവിക്കുന്ന ബ്രാഹ്മൺ സമ്പ്രദായം അനുസരിച്ച് ജീവിക്കുന്നവരായതുകൊണ്ട് ഞങ്ങൾ മുട്ട അടക്കമുള്ള ഒരു നോൺ വെജിറ്റേറിയൻ ഫുഡും ഞങ്ങൾ കഴിക്കാറില്ല എന്നും. അതുകൊണ്ട് തന്നെ കർക്കിടക മാസം പ്രത്യേക ദിനചര്യകളൊന്നും ഇല്ല. ഞങ്ങൾ എന്നും രാവിലെ പൂജയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അത് ആ ചിട്ടയോടുകൂടി തന്നെ പോകുന്നുണ്ട്. പിന്നെ കർപ്പൂരം, അഷ്ടഗന്ധം, കുന്തിരിക്കം, ദശാംഗം ഇവയിലേതെങ്കിലും ഭവനത്തിൽ പുകയ്ക്കുന്നത് നല്ലതായിരിക്കും. ഇനി അതായത് വീട്ടിലുള്ള നെഗറ്റീവ് എനർജിയൊക്കെ ഒന്ന് മാറും, ആദിവ്യാധികൾ നീങ്ങി ഐശ്വര്യം ഉണ്ടാകും എന്നെല്ലാമാണ് പറയുന്നത്. ദശപുഷ്പം ചൂടുന്നതും പതിവായിരുന്നു. പക്ഷേ ഇപ്പോൾ ദശപുഷ്പം എത്ര സ്ഥലങ്ങളിൽ കിട്ടും എന്നുള്ളതൊക്കെ ആലോചിക്കാൻ ബുദ്ധിമുട്ടാണ് അല്ലേ. പിന്നെ ആയുർവേദ ചികിത്സയ്ക്കും സൗന്ദര്യവർദ്ധക ചികിത്സയ്ക്കും ഒക്കെ കർക്കിടക മാസം വളരെ വിശേഷമാണ്. അതേപോലെ തന്നെ കർക്കിടക മാസത്തിലെ ദുസ്ഥിതികളൊക്കെ നീക്കി മനസ്സിനൊക്കെ ശക്തി പകരാനുള്ളൊരു വഴിയാണ് രാമായണ മാസാചരണം എന്ന് പറയുന്നത്. കാരണം
ശ്രീരാമര് അവതാര പുരുഷന് പോലും വേദനകളിലൂടെ കടന്നു പോകേണ്ടി വന്നിട്ടുണ്ടല്ലോ. അതിനു മുന്നിൽ സാധാരണ മനുഷ്യരുടെ ആകുലതകൾക്ക് എന്ത് പ്രസക്തി എന്ന തത്വം ആത്മീയ ബലം പകരും. നിത്യവും രാമനാമം ജപിക്കണം. അതേപോലെ തന്നെ ഏകശ്ലോകി രാമായണം ഞാൻ അടുത്ത പാർട്ടിൽ ഉറപ്പായും ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു വരുമ്പോൾ നമ്മുടെ കർക്കിടക മാസം എത്രയെല്ലാം കഷ്ടങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ ഒന്ന് ഒഴിഞ്ഞു നീങ്ങി നല്ല രീതിക്കൊക്കെ കടന്നു പോകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കും. അപ്പോൾ വീടൊക്കെ തൂത്തുവാരി തുടച്ച് അടിച്ച് തളിച്ച് വൃത്തിയാക്കണം എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. പിന്നെ അന്ന് ഞാൻ പറഞ്ഞ പോലെ കുറേ സാധനങ്ങൾ മാറ്റാൻ ഞാൻ പറഞ്ഞിരുന്നു, അത് രണ്ടാമത്തെ കാര്യം. പിന്നെ ചേട്ടാഭഗവതിയെ പുറത്താക്കി ശ്രീഭഗവതി അല്ലെങ്കിൽ ശ്രീബോധി വെക്കുക എന്നുള്ളത്, അഷ്ടമംഗല്യം ദശപുഷ്പം എന്നുള്ളത് മൂന്നാമത്തെ കാര്യം. അതേപോലെ തന്നെ കർക്കിടക കഞ്ഞി അല്ലെങ്കിൽ മിതമായ ആഹാരം അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് വയ്ക്കുന്ന ആഹാരം കഴിക്കുക എന്നുള്ളത് നാലാമത്തെ കാര്യം. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കും എന്ന് വിശ്വസിക്കുന്നു. പിന്നെ കർക്കിടക മാസത്തെ പൂജയിൽ നിങ്ങളുടെ പേരും ഉൾപ്പെടുത്തണം എന്ന് ആഗ്രഹമുള്ളവർ നിങ്ങളുടെ പേരും നക്ഷത്രവും ഇവിടെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും അടുത്ത ഭാഗത്തിന് വേണ്ടി കാത്തിരിക്കാൻ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നിങ്ങളുടെ ഈ ദിവസം നന്നാവട്ടെ എന്ന്, ഒരുപാട് നല്ലതാവട്ടെ എന്ന് മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.